നെഞ്ചിടിപ്പേറ്റുമോ എന്ന ചോദ്യത്തിന് കടലാസിൽ നെഞ്ചിടിപ്പേറ്റേണ്ട കണക്കുകൾ UDF-നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാവട്ടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാവട്ടെ രണ്ടും കടലാസിൽ UDF-ന് അനുകൂലമായ കണക്കുകളാണ് സമ്മാനിക്കുന്നത്. 2021 നേരത്തെ വിശദീകരിച്ചതിൻ്റെ തുടർച്ചയെന്ന വണ്ണം LDF-ന് ഏതെങ്കിലും തരത്തിൽ UDF-നെ മറികടക്കണമെന്നുണ്ടെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കിയാൽ 11,450 വോട്ടുകൾ മറികടക്കണം. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം. അങ്ങനെ വന്നാലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 2ാം സ്ഥാനത്ത് എത്തും. അത്രേ ഉള്ളൂ. കാര്യം അവിടെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് NDA ആണ്. NDAയും LDF-ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 17,688 വോട്ടാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം. ഞാൻ ഉറപ്പിച്ചു പറയാം, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 17,688 വോട്ട് പോയിട്ട് ഒരു 5,000 വോട്ട് പോലും ആ അർത്ഥത്തിലുള്ള ഡിഫറൻസ് കുറയ്ക്കാൻ CPM-ന് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കഴിയില്ല. അത്രത്തോളം ദുർബലമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ CPM-ന്റെ സംഘടനാ പ്രവർത്തനം. വെരി ക്ലിയർ. അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കാര്യമായ പിന്തുണ LDF-ന് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എങ്കിലും 2021 മൊത്തം അന്ന് ശ്രീധരന് കിട്ടിയ 50,000 വോട്ടിൽ ഒരു 6,000-7,000 വോട്ടുകൾ സ്റ്റിൽ ഐ ബിലീവ് അത് പരമ്പരാഗതമായി BJP-യുടെ വോട്ടല്ല. അത് അവിടെ ആടി നിന്നിരുന്ന സിംഗ് വോട്ടുകളാണ്. ആ സിംഗ് വോട്ടുകൾ വ്യക്തികേന്ദ്രീകൃതമായി രേഖപ്പെടുത്തുന്ന വോട്ടുകളിലാണ്. CPM പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് BJP-യുടേതല്ലാതെ ശ്രീധരൻ്റെ പെട്ടിയിൽ വീണ 7,000-ഓളം വോട്ടുകളിൽ പകുതി വോട്ടുകൾ ഇത്തവണ മെട്രോമാൻ എങ്ങനെയാണോ കിട്ടിയത് അതേപോലെ കാൻഡിഡേറ്റിൻ്റെ വ്യക്തിത്വ മികവിൽ ഒരു ഡോക്ടർ കൂടിയായ ഡോക്ടർ പി സെനിന്, സിവിൽ സർവീസിലെ ഉദ്യോഗം രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ പി സെനിന് ഈ തെരഞ്ഞെടുപ്പിലുടനീളം വളരെ വ്യക്തമായി രാഷ്ട്രീയം സംസാരിക്കുകയും വളരെ വ്യക്തമായി തന്നെ അഭിപ്രായം പറയുകയും പാലക്കാടിൻ്റെ വികസന പദ്ധതിയെക്കുറിച്ച് വ്യക്തമായ ആശയങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്ത പി സരിനെ സംബന്ധിച്ചിടത്തോളം ആ 3,500-4,000 വോട്ടുകൾ കിട്ടുമെന്നതാണ് CPM-ൻ്റെ കണക്കുകൂട്ടൽ. കാരണം പി സരിന് മണ്ഡലത്തിലൊരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയ വില നൽകേണ്ടി വരും എന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റിക്കുള്ളിലേക്ക് പോയാൽ അവിടെയുള്ള ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികസന വിരുദ്ധ വികാരം അവിടെയുള്ള കൃഷ്ണകുമാറിനെതിരാണ്. അതേസമയം തന്നെ ഗ്രാമത്തിലും നഗരത്തിലും ഷാഫി പറമ്പിൽ തുടങ്ങി വെച്ചതും കഴിഞ്ഞ 8 വർഷമായി പൂർത്തിയാക്കാൻ കഴിയാതെ പോയതുമായിട്ടുള്ള നിരവധി പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ ഉത്തരവാദിത്വം എന്തൊക്കെ പറഞ്ഞാലും ഷാഫി പറമ്പിലാണ്. ഉദാഹരണം, നമ്മൾ ഇന്ന് സംപ്രേഷണം ചെയ്ത നമ്മളുടെ പരിപാടിയിൽ മൊയിൻ സ്കൂളിൽ ഡിജിറ്റലൈസേഷൻ 8 കോടി രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ ഷാഫി പറമ്പിൽ സാങ്ഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് വിവിധ ചുവപ്പ് നാടകളിൽ കുടുങ്ങിക്കിടക്കുമ്പോഴും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഒരു പടി പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതേസമയം നമുക്കൊരു മാതൃകയുണ്ട് കോഴിക്കോട് നടക്കാവ് സ്കൂള് കോഴിക്കോട് ഉമ്മൻചാണ്ടി സർക്കാർ, അതായത് UDF അധികാരത്തിലിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA ആയ CPM-ൻ്റെ MLA ആയ പ്രദീപാണ് നടക്കാവ് സ്കൂൾ നടപ്പിലാക്കുന്നത്. ഇത് തമ്മിലാണ് കമ്പാരിസൺ ഉണ്ടാവുന്നത്. അവിടെ നടക്കാവിൽ പ്രദീപിന് സാധിച്ചു, എന്നാൽ എന്തുകൊണ്ടാണ് മൊയിൻ സ്കൂളിൻ്റെ കാര്യത്തിൽ ഷാഫി പറമ്പിലിന് കഴിയാതെ പോകുന്നത്? അപ്പോൾ മുനിസിപ്പാലിറ്റിക്കുള്ളിലും പാലക്കാട് മണ്ഡലത്തിനുള്ളിലും സരിന് ആ അർത്ഥത്തിലുള്ള ഒരു വികസന വിരുദ്ധതയുടെ വില നൽകേണ്ടി വരുന്നില്ല. സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാവട്ടെ തന്ത്രപൂർവ്വം ഈ തവണ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നതിൽ നിന്ന് മറച്ചുവെക്കുകയും ചെയ്തു. കോൺഗ്രസും അത് ആവർത്തിച്ചിട്ടില്ല, കോൺഗ്രസും അത് എണ്ണിപ്പറയാൻ തയ്യാറായിട്ടില്ല. അത് മണ്ഡലത്തിൽ വലിയ ചർച്ചാ വിഷയമായിട്ടേ ഇല്ല. മണ്ഡലത്തിൽ നമ്മൾ പോയപ്പോൾ കേട്ടത് റോഡുകൾ, ടൗൺ ഹാളുകൾ, മെഡിക്കൽ കോളേജിൻ്റെ ശോച്യാവസ്ഥ, ഈ പറയുന്ന മൊയിൻ സ്കൂളിൻ്റെ വിഷയങ്ങൾ, ഇതെല്ലാം മണ്ഡലത്തിൽ ചർച്ചയാവുന്നു. മുനിസിപ്പാലിറ്റിക്കുള്ളിലുള്ള വെള്ളം കിട്ടാത്ത പ്രശ്നങ്ങൾ അത് ചർച്ചയാവുന്നു. ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അത്തരമൊരു വികസന പ്ലാൻ മുന്നിലോട്ട് വയ്ക്കുന്ന സരിനെ സംബന്ധിച്ചിടത്തോളം മെട്രോമാൻ ശ്രീധരന് കിട്ടിയ വോട്ടുകളുടെ പകുതിയെങ്കിലും കിട്ടും എന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ഒരു കണക്ക്. രണ്ടാമത്തെ കണക്കിന് ഈ ഗ്രാമങ്ങളിലേക്ക് വന്നാലോ, കണ്ണാടിയിലും മാത്തൂരിലും മാത്രമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം LDF-നും UDF-നും തമ്മിലുള്ളത്. വളരെ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം മാത്തൂരിലാണെങ്കിൽ അത് 160 ഇല്ല, മാത്തൂരിൽ LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം 30 കണ്ണാടിയിൽ അത് 76 ക്ഷമിക്കണം 163 ദെൻ പിരായിരിയിൽ പക്ഷേ 6,201 വോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട് LDF-ഉം UDF-ഉം തമ്മിൽ. ഇതാണ് ആ പിരായിരി മറികടക്കാൻ കഴിയുമോ എന്നതാണ് LDF-നെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതത്ര എളുപ്പം മറികടക്കുക സാധ്യമല്ല. കാരണം അവിടെ ഈ മൈനോറിറ്റി എസ്പെഷ്യലി 22.5-23% വരുന്ന മുസ്ലിം പോപ്പുലേഷനിൽ ഒരു നല്ല ശതമാനം, ഒരു 70-80% വോട്ട് പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഷാഫി പറമ്പിലിന് വേണ്ടിയാണ്. 2021 2 കാരണങ്ങളുണ്ട്. ഒന്ന് മെട്രോമാൻ ശ്രീധരൻ വരുന്നു,
ഷാഫി പറമ്പിൽ എന്ന വ്യക്തിക്ക് കിട്ടേണ്ട വോട്ടുകളായി അത് പലതരത്തിൽ ചിത്രീകരിക്കപ്പെട്ടു. പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ അവിടെ നടന്നു. നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. ആ മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ നടന്നു. പക്ഷേ ഇക്കുറി ആ മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ നടക്കുമോ എന്നുള്ളൊരു ആശങ്കയിൽ തന്നെയാണ് SDP-യുടെയും ജമാഅത്തുടെയും കൂടി പിന്തുണ കോൺഗ്രസിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതും കോൺഗ്രസ് അത് തള്ളിപ്പറയാതെ പോകുന്നതും. ഷാഫി പറമ്പിലിന് കിട്ടിയ ഈ മൈനോറിറ്റി വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പൂർണ്ണമായും ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് SDP-യുടെ വോട്ട് സ്വീകരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോയത്. അതല്ലെങ്കിൽ കോൺഗ്രസിന് പറയാം, CPM പറയുന്നുണ്ട് SDP-യുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ജമാഅത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ആ 2 വോട്ടുകളും തങ്ങൾക്ക് കിട്ടില്ല എന്ന് CPM-ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ CPM ആ നിലപാടെടുക്കുന്നു. പക്ഷേ അത്തരമൊരു നിലപാട് ഇവിടെ കോൺഗ്രസ് എടുക്കുകയാണെങ്കിൽ ആത്മഹത്യാപരമായിരിക്കും. കാരണം സ്റ്റിൽ ഐ ബിലീവ് 10 മുതൽ 12,000 വോട്ടുകൾ വരെ അങ്ങനെയാണെങ്കിൽ ആ അർത്ഥത്തിൽ അവിടെ മാറിപ്പോകും. അതുകൊണ്ട് നോട്ടയ്ക്ക് കുത്തിയാൽ പോലും അത് രാഹുലിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിരിക്കും പിരായിരിയിൽ. അതുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നോക്കൂ, ഏറ്റവും ദയനീയമായ ഒരു കാഴ്ചയല്ലേ ഇന്നിപ്പോൾ സന്ദീപ് വാര്യരെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ടും മറുഭാഗത്ത് SDP-യുടെ ലഘുലേഖകൾ വിതരണം ചെയ്തുകൊണ്ടുമുള്ളൊരു തെരഞ്ഞെടുപ്പിൽ ഇത് രണ്ടിനെയും തള്ളിപ്പറയാതെ നിൽക്കേണ്ടി വരുന്ന കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ. സന്ദീപ് വാര്യരെ നിങ്ങൾ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഫ്രണ്ട് റണ്ണറായിട്ട് നിർത്തുക? അദ്ദേഹം RSSുമായിട്ടുള്ള ബന്ധം ഒരു പുലർച്ചെ ഒഴിവാക്കുമ്പോൾ എന്തുകൊണ്ട് മാറി എന്നൊരു ചോദ്യമുണ്ടല്ലോ. അത് അദ്ദേഹം ഏതെങ്കിലും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് മാറിയതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കൺവെൻഷനിൽ ഒരു സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ, സ്ഥാനാർത്ഥി സീറ്റല്ല, അവിടുത്തെ കൺവെൻഷനിൽ മുൻനിരയിൽ ഒരു സീറ്റ് രഘുനാഥ് കൊടുത്തിരുന്നെങ്കിൽ ഈ സന്ദീപ് വാര്യർ ഇന്ന് BJP ക്യാമ്പിൽ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഒരു കൺവെൻഷനിൽ ഒരു സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ പിണങ്ങിപ്പോയ ന്യൂനപക്ഷ വിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയ മതേതരത്വത്തെ പോറലേൽപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ മഹാത്മാഗാന്ധിയെ ഒന്ന് ചെറുതായി വെടിവെച്ച് കൊന്നതേയുള്ളൂ എന്ന് മറ്റൊരു സഹപാനലിസ്റ്റിൻ്റെ ചോദ്യത്തോട് പരിഹാസരൂപേണ പ്രതികരിച്ച, അതിൻ്റെ ഇമ്പാക്റ്റുകളെക്കുറിച്ച് ബോധ്യമില്ലാത്ത, കശ്മീരികൾ മുസ്ലിങ്ങളെക്കുറിച്ച് വളരെ മോശമായി പ്രതികരിച്ച, നമ്മളുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു രാജ്യദ്രോഹിയാണെന്ന് പോസ്റ്റിട്ട, നെഹ്റു കുടുംബത്തിൻ്റെ കുറിച്ച് വളരെ മോശമായി പോസ്റ്റിട്ട ഒരു നേതാവിനെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം ചേർത്ത് നിർത്തേണ്ടി വരുന്ന ഒരവസ്ഥ കോൺഗ്രസിന് ഉണ്ടാവുന്നത് ഈ കണക്കിലെ കളിക്കും അപ്പുറം അടിയൊഴുക്കുകൾ വളരെ എങ്ങനെയാണ് പോവുക എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതാണ്. നേരത്തെ സൂചിപ്പിച്ച ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ട് 3-3.5% ഉള്ളൂ. ഏകദേശം 6,500-ഓളം വോട്ടുകൾ മാത്രമാണ് പാലക്കാട് മണ്ഡലത്തിലുള്ളത്. ആ 6,500 വോട്ടുകളിൽ കഴിഞ്ഞ തവണ പോൾ ചെയ്തതിൽ 80% ഷാഫിക്ക് അനുകൂലമായിട്ട് പോൾ ചെയ്ത വോട്ടുകളാണ്. ആ വോട്ടുകൾ, അതായത് 4,000 വോട്ടുകൾ ഷാഫി, അല്ലെങ്കിൽ 4,800 വോട്ടുകൾ ഷാഫി പറമ്പിലിന് പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 4,800 വോട്ടുകളിൽ ഇത്തവണ പകുതി BJP-യിലേക്ക് പോയാൽ അതേസമയം 2,200 വോട്ടിൻ്റെ കുറവ് അവിടെ ഉണ്ടാവും. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കഴിഞ്ഞ തവണ പോൾ ചെയ്ത വോട്ട് 22%-ത്തിൽ ഏകദേശം ഒരു 27,000-24,000 വോട്ടുകൾ ഷാഫിക്ക് കിട്ടിയ വോട്ടിൽ ഒരു 10,000 വോട്ട് സ്പ്ലിറ്റ് ചെയ്താൽ 12,000 വോട്ട് മാറും. മുനിസിപ്പാലിറ്റിയിൽ ശ്രീധരന് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് സരിന് മാറിക്കഴിഞ്ഞാൽ ആ കണക്കുകൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനുള്ളിലുള്ള അന്തഃഛിദ്രങ്ങൾക്കുമൊപ്പം ഈ കണക്കുകൾ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിക്കുമോ എന്നൊരു ആശങ്ക ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പക്ഷെ അവർ കോൺഫിഡൻ്റ് ആവുന്നത് ലീഗ് ഒപ്പം നിൽക്കുന്നു, SDP ഒപ്പം നിൽക്കുന്നു, ജമാഅത്തെ ഒപ്പം നിൽക്കുന്നു, സന്ദീപ് വാര്യർ ഒപ്പം നിൽക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഐ സ്റ്റിൽ ബിലീവ് കണക്കിലെ കളികൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അപ്പോഴും ഒരു 7,000 മുതൽ 9,000 വോട്ടിൻ്റെ ആനുകൂല്യം UDF-ന് ആ മണ്ഡലത്തിലുണ്ട്. പക്ഷേ അത് കോൺഗ്രസ് പാലം വലിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നോക്കൂ, ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 12ഓളം പ്രാദേശിക നേതാക്കൾ 12 ദിവസത്തെ ഇടവേളയിൽ കോൺഗ്രസിൽ നിന്നിറങ്ങി CPM-ലേക്ക് വന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. 1, 2, 3 നേതാക്കൾ വന്നിട്ടുണ്ട്. ഇന്ന് പോലും ഭാസ്കരൻ എന്ന ഭാസി എന്നൊരു മുൻ കൗൺസിലർ ഇറങ്ങി വരികയാണ്. എത്രമാത്രം സ്വാധീനശേഷിയുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ നോക്കൂ, അദ്ദേഹം ഒരു കൗൺസിലറായിരുന്നു, ഒരു വാർഡ് മെമ്പറായിരുന്നു. ഒരു 10-15 പേരെ മാറ്റാൻ കഴിയുന്നതിനപ്പുറം ഒരു വാർത്തയുടെ തലക്കെട്ടായി. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് കൂട്ടത്തോടെ പടിയിറക്കമുണ്ടാവുന്നതായ ഒരു പ്രതീതി ജനിപ്പിക്കാൻ CPM-ന് സാധിച്ചു. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് വോട്ടായി പ്രതിഫലിക്കുക, ബൂത്തുകളിൽ കൃത്യമായി കോൺഗ്രസ് വോട്ടർമാരെ എത്തിക്കാൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് അവിടെ പ്രവർത്തനം നടക്കുന്നത്. പക്ഷേ ഓർമ്മിക്കണം,
അത് മണ്ഡലത്തിന് പുറത്തു നിന്നുള്ളവർക്കാണ് പലപ്പോഴും ചാർജ്. ഈ 180 മണ്ഡലങ്ങളിൽ പല ബൂത്തുകളുടെയും ചുമതല മണ്ഡലത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെയാണ്. മലപ്പുറത്ത് വന്നിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ചുമതല എടുത്തത് എനിക്കറിയാം. കണ്ണൂരിൽ നിന്ന് വന്നിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അതിന് ചുമതല എടുത്തിരിക്കുന്നത് അറിയാം. അത് മണ്ഡലത്തെ അറിയാത്ത നേതാക്കൾ പോലും അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യമായി പാലക്കാട് മണ്ഡലത്തിൽ വരുന്ന നേതാക്കൾക്കും ആ ബൂത്തിൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ അവിടെ വ്യക്തമാവുന്ന കഥകളാണ്. അതുകൊണ്ട് തന്നെ നെഞ്ചിടിപ്പേറുന്നത് അടിയൊഴുക്കുകളുടെ കാര്യത്തിലാണ്. കടലാസിലെ കണക്കിൻ്റെ കാര്യത്തിൽ നെഞ്ചിടിപ്പേറ്റേണ്ട ഒരാവശ്യവും പാലക്കാട് ഇല്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് പ്രതിപക്ഷ നേതാവ് വലിയ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇനി എങ്ങനെയാണ് വരിക എന്നുള്ളത് കൂടി വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും എനിക്കാണ് എന്നാണ്. ഞാനിതേവരെ കേട്ടിട്ടില്ല. അങ്ങനൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ KPCC പ്രസിഡന്റ് അവിടെ നിലവിലിരിക്കെ പ്രതിപക്ഷ നേതാവ് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കിനി മനസ്സിലാവുന്നില്ല. സംഘടനാപരമായി മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ KPCC പ്രസിഡന്റ് പറയേണ്ട ഭാഷ പ്രതിപക്ഷ നേതാവ് പറയുന്നു. എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ വായിച്ചെടുക്കാം. ഈ സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കു തന്നെയാണ് എന്നാണ് ഇന്ന് VD സതീശൻ പറഞ്ഞു വെച്ചത്. അവിടെയാണ് K മുരളീധരൻ്റെ ഞാൻ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രസക്തമാകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എനിക്കാണ് എന്നാണ്. അവിടെയാണ് സരിൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയി നിൽക്കുന്നത്. അവിടെ നമ്മൾ കഴിഞ്ഞ 48 മണിക്കൂറായി കോൺഗ്രസിൻ്റെ പുറത്തു നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ ഐക്യം നമുക്ക് കാണാം. VK ശ്രീകണ്ഠനും തങ്കപ്പനും ഈ പറയുന്ന KPCC പ്രസിഡൻറ്റും VD സതീശനും K മുരളീധരൻ ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളിൽ K മുരളീധരനും എല്ലാം ആ മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെയാണ് VD സതീശൻ പറയുന്നത് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം എനിക്കാണ് എന്നുള്ളത്. ഇത് കോൺഗ്രസിൻ്റെ രീതിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. അത് കോൺഗ്രസിൽ വീണ്ടും ആ രീതിയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിനോ അല്ലെങ്കിൽ ഒരു ആശങ്കയ്ക്കോ ഇടയാക്കി മാറ്റും. അത് KPCC പ്രസിഡന്റിനെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞു. നോക്കൂ, ഈ തിരഞ്ഞെടുപ്പ് ഞാൻ ഇപ്പോഴും പറയുന്നു അതിൽ മാസ്റ്റർ മൈൻഡ് ഒരുപക്ഷെ VD സതീശൻ ആയിരിക്കാം. പക്ഷേ VD സതീശൻ പറയേണ്ടിയിരുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഈ തീരുമാനമെടുത്ത ഓരോ കോൺഗ്രസ് പ്രവർത്തകരും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ബട്ട് സ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഇത് പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലായി കണക്ക് കൂട്ടണമെന്നാണ്. പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലൊന്നുമല്ല പാലക്കാട് നടക്കാൻ പോകുന്നത്. അത് മുനിസിപ്പാലിറ്റിയുടെ വിലയിരുത്തലാണ്, ഷാഫി പറമ്പിൽ എന്ന MLA വിലയിരുത്തലാണ്, അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഒക്കെ വിലയിരുത്തലായി മാറേണ്ടതാണ്. പക്ഷേ പാലക്കാട്ടെ അടിസ്ഥാന വിഷയങ്ങളിൽ പലതും MLA കണ്ണുകൾ എത്തിയിട്ടുണ്ടെങ്കിലും ആ കണ്ണുകൾ പൂർണ്ണമായും അവിടെ ഉണ്ടായിരുന്നില്ല. മുനിസിപ്പാലിറ്റിയുടേതാണെങ്കിൽ ഇംപ്ലിമെൻറ്റിംഗ് അതോറിറ്റി ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതിനെ രണ്ടിനെയും മറികടന്നുകൊണ്ട് സർക്കാർ എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയി പാലക്കാടിന് വേണ്ടി ചെയ്തു കൊടുത്തതായി നമ്മുടെ മുന്നിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നെഞ്ചിടിപ്പേറ്റുമോ എന്ന ചോദ്യത്തിന് അടിയൊഴുക്കുകളിൽ നെഞ്ചിടിപ്പേറും, കടലാസിലാണെങ്കിൽ നെഞ്ചിടിപ്പ് ഉണ്ടാവില്ല എന്നതാണ് എൻ്റെ ടേക്ക്. Meet the editors.